Okay. Hi, my seminar topic is addressing modes and types of input-output addressing. Introduction to addressing modes. What are the addressing modes? Techniques to specify operands for instruction. Instruction operand specify ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് addressing modes. Key for efficient instruction execution, very based on architecture and instruction set. Types of addressing modes എന്താണെന്ന് നോക്കാം. ടോട്ടൽ 6 ടൈപ്പാണ് അഡ്രസ്സിംഗ് മോഡ്സ് ഉള്ളത്. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്, ബേസ് അഡ്രസ്സിംഗ്, അങ്ങനെ 6 ടൈപ്പാണ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്താ നോക്കുക. ഓപ്പറൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ. ഓപ്പറൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഒരു ഭാഗം പാർട്ടായിട്ട് വരുന്നതിനാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയാം. മൂവ് എ കോമ #5 അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗ്. അഡ്രസ് ഓഫ് ദ ഓപ്പറൻഡ് ഈസ് ഗിവൺ എക്സ്പ്ലിസിറ്റി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓപ്പറൻഡ് അഡ്രസ്സിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഓപ്പറൻഡിൻ്റെ അഡ്രസ്സ് ഇൻസ്ട്രക്ഷനിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ടാവും. എക്സാമ്പിൾ മൂവ് എ കോമ 30H. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. അഡ്രസ് ഓഫ് ഓപ്പറൻഡ് ഈസ് ഹീൽഡ് ഇൻ എ രജിസ്റ്റർ. ഓപ്പറൻഡിൻ്റെ അഡ്രസ്സ് ഒരു രജിസ്റ്ററിൽ ഹീൽഡ് ചെയ്ത് വെക്കും, സൂക്ഷിച്ച് വെക്കും. ഓക്കെ, എക്സാമ്പിൾ മൂവ് എ കോമ @R0. രജിസ്റ്റർ അഡ്രസ്സിംഗ്. രജിസ്റ്റർ അഡ്രസ്സിംഗ്. ഓപ്പറൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ രജിസ്റ്റർ. ഓപ്പറൻഡ് രജിസ്റ്ററിൽ ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് പറയുക. എക്സാമ്പിൾ മൂവ് എ കോമ R1. പിന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. ഓപ്പറൻഡ് അഡ്രസ്സസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ആഡിങ് എ കോൺസ്റ്റൻറ്റ് ടു ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ. രജിസ്റ്ററിലെ കണ്ടൻറ്റും ഒരു കോൺസ്റ്റൻറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ഓപ്പറൻഡ് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുക. എക്സാമ്പിൾ മൂവ് എ കോമ 30H. ഇവിടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സും ബേസ് അഡ്രസ്സും സിമിലർ ടു ഇൻഡെക്സ് അഡ്രസ് ബട്ട് വിത്ത് ബേസ് രജിസ്റ്റർ. ഇവിടെ 30Hൻ്റെ പകരം ഇവിടെ ബേസ് ആണ് വരുന്നത്, അതേ ഡിഫറൻസ് ഉള്ളൂ. എക്സാമ്പിൾ മൂവ് എ കോമ ബേസ് R0. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിംഗ്. What is input-output addressing? Mechanism to communicate between CPU and peripheral. പെരിഫറലും CPU തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെക്കാനിസത്തെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിംഗ് എന്ന് പറയാം. ക്രിട്ടിക്കൽ ഫോർ ഡാറ്റ എക്സ്ചേഞ്ച് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ ഡാറ്റ കൈമാറ്റം ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക, ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിംഗ് ഉപയോഗിക്കുക. ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിംഗ്. മെമ്മറി മാപ്പ്ഡ് ഇൻപുട്ട്. ഫസ്റ്റത്തേത് മെമ്മറി മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. രണ്ടാമത്തേത് പോർട്ട് മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. മൂന്നാമത്തേത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അങ്ങനെ 3 ടൈപ്പാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിംഗ് വരുന്നത്. ഫസ്റ്റ് മെമ്മറി മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് റെഗുലർ മെമ്മറി അഡ്രസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് റെഗുലർ മെമ്മറി അഡ്രസ് യൂസ് ചെയ്യുന്നതിനാണ് മെമ്മറി മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയാം. യൂസസ് മെമ്മറി അഡ്രസ് സ്പേസ്. മെമ്മറി അഡ്രസ്സിൻ്റെ സ്പേസ് ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ LDA പോർട്ടോ. പോർട്ട് മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിനെ ഐസൊലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നും പറയും. സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട്. സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ഉണ്ടാവും ഇൻപുട്ട് ഔട്ട്പുട്ടിന്. ഡസൻറ്റ് യൂസ് മെമ്മറി അഡ്രസ് സ്പേസ്. മെമ്മറി അഡ്രസ് സ്പേസ് യൂസ് ചെയ്യില്ല. റിക്വയർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ എന്നുവെച്ചാൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷന് റിക്വയർ ആവശ്യമാണ്. എക്സാമ്പിൾ ഇൻ AL 30L60H. ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMA. ഡിവൈസ് ട്രാൻസ്ഫർ ഡാറ്റ ഡയറക്ട്ലി ടു മെമ്മറി. ഡിവൈസ്
ഡയറക്റ്റ്ലി ഡാറ്റ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് വെച്ചാൽ DMA എന്ന് പറയുന്നത്. എഫിഷ്യൻറ്റ് ഫോർ ലാർജ് ഡാറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഓഫ്ലോഡ് CPU കോംപ്ലക്സ് ടു ഇംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. എക്സാമ്പിൾ ഡിസ്ക് ടു റാം ട്രാൻസ്ഫർ, നമ്മൾ ഡിസ്കിൽ നിന്നും റാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.